നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്രൂട്ട് കസ്റ്റാർഡാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആവശ്യത്തിന് പാലെടുക്കാം. ആദ്യം ഇവിടെ ഞാൻ 1.5 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. നമ്മൾ വാനിലയുടെയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ 3 സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഇടുന്നത്. കസ്റ്റാർഡ് പൗഡർ എടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ച് നന്നായിട്ട് കട്ട പിടിക്കാതെ നല്ലപോലെ ഇളക്കി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ പാൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് കട്ടിയിൽ വേണ്ട, നമുക്കൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ മതി. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സും കൂടി എടുക്കാം. ഈ സമയത്ത് ഞാനിവിടെ എടുത്തിരിക്കുന്ന ആപ്പിള്, മാങ്ങ, മാതളനാരങ്ങ, മുന്തിരിങ്ങയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അതൊക്കെ നമുക്ക് ഇടാവുന്നതാണ്. നമ്മൾ ഏതൊക്കെ ഫ്രൂട്ട്സ് എടുത്താലും നമുക്കത് വൃത്തിയാക്കി അരിഞ്ഞ് നമ്മളുടെ രീതിയിൽ അരിഞ്ഞ് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ആപ്പിൾ എല്ലാം ചെത്തി വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് അരിഞ്ഞു കൊടുക്കുന്നത്. പല രീതിയിൽ വേണമെങ്കിൽ അരിഞ്ഞു കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഇഷ്ടത്തിന് അരിഞ്ഞു കൊടുക്കാം. അപ്പോൾ എല്ലാം വൃത്തിയാക്കി അരിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്ന മാതളനാരങ്ങയാണ്. അതിലേക്ക് മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ ആപ്പിളാണ് ചേർക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ മാങ്ങയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഫ്രൂട്ട് കസ്റ്റാർഡ് നമുക്ക് തണുപ്പിച്ചും കഴിക്കാവുന്നതാണ്. ഇവിടെ പനി ആയതുകൊണ്ട് ഇപ്പോൾ തണുപ്പിച്ച് കഴിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റായിരുന്നു. ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. ടാറ്റാ ബൈ ബൈ, സീ യു.